നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ സിറ്റിയിൽ എത്ര km/h സ്പീഡിൽ സഞ്ചരിക്കുന്നുള്ള കാര്യം. 50 കിലോമീറ്ററിന് താഴെ അല്ലെങ്കിൽ 50 കിലോമീറ്ററിൻ്റെ മുകളിൽ അല്ലെങ്കിൽ 100 കിലോമീറ്ററിൻ്റെ മുകളിൽ ഓടുന്ന എത്ര ആൾക്കാരുണ്ടെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടോ? അവിടെയാണ് ഹോണ്ട QC1 വിജയിക്കാൻ പോകുന്നത്. നമസ്കാരം. ഹോണ്ടയുടെ 2 ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് ഇന്നലെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഹോണ്ട ആക്ടിവ ഇയും അതുപോലെ തന്നെ QC1ഉം. അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ഇന്നലെ തന്നെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ആ വീഡിയോയുടെ കമന്റ് സെക്ഷൻ വായിച്ചപ്പം വളരെ വിഷമാണ് തോന്നിയത്. കാരണം 90% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ശതമാനം നെഗറ്റീവ് കമന്റുകളാണ്. ഇപ്പോൾ ഏതൊരു വീഡിയോ ആയിക്കോട്ടെ, ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പ്രേക്ഷകർക്ക് ആ വീഡിയോനെ കുറിച്ചിട്ട് അവരുടെ കാഴ്ചപ്പാട് തീർച്ചയായും കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ ബലമായ സംശയം ഇത് ഹോണ്ടയെ പേടിച്ചിട്ടുള്ള കമന്റുകളാണെന്നാണ്. എൻ്റെ വീട്ടിലുള്ളവരും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളും ഈ വീഡിയോ കണ്ടിട്ട് ഇതിലെ കമന്റ് സെക്ഷൻ വായിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് ചോദിച്ച കാര്യമാണിത്. എന്താണെന്നറിയോ? ശരിക്കും ഹോണ്ടേൻ്റെ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ ഇറങ്ങുന്നത് കൊണ്ട് പെട്രോൾ ഡീലർഷിപ്പ് എല്ലാം പേടിച്ചിരിക്കുകയാണോ എന്നാണ് ചോദിച്ചത്. ഇത് കണ്ടോ, നിങ്ങൾ ചരിത്രത്തിൽ ആദ്യമായി അങ്ങനെ ആക്റ്റീവ പരാജയപ്പെടാൻ പോകുന്നു. ഒരുപാട് പേര് അതിനെ ലൈക്ക് ചെയ്തിട്ടുണ്ട്. പുലി വരുന്നേ എന്നും പറഞ്ഞ് അവസാനം വെറും എലി. കണ്ടപ്പോൾ നോക്കിയ ഓർമ്മ വന്നു. കാത്തിരുന്നത് വെറുതെ. ലോക്കൽ വണ്ടികൾക്ക് ഇതിനേക്കാൾ സൗകര്യമുണ്ട്. ഇവർ നിരാശപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സ്റ്റോറേജ് സ്പേസ് ഇല്ലാത്തത് സ്കൂട്ടറിന്റെ വലിയൊരു പോരായ്മ തന്നെയാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആക്ടിവ ഇ എന്ന് പറഞ്ഞ മോഡലിന് സ്വാപ്പബിൾ ബാറ്ററി ആയതുകൊണ്ട് സ്റ്റോറേജ് സ്പേസ് ഇല്ല. പക്ഷേ QC1 26 ലിറ്റർ ഉണ്ട്. പിന്നെ ഈ ആക്ടിവ ഇ എന്ന് പറഞ്ഞ മോഡൽ സ്വാപ്പിംഗ് ടെക്നോളജി ആയതുകൊണ്ട് നമുക്കിത് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവർ തന്നിട്ടില്ല. അതുപോലെ തന്നെ പുറത്തുനിന്ന് വേറെ എവിടുന്നും ഇത് ചാർജ് ചെയ്യാൻ പറ്റൂല. ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് റേഞ്ച് തീരെ ഇല്ല, മോട്ടോർ പവർ കുറവാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് പറഞ്ഞ കാര്യമാണ് ഹോണ്ട നിരാശപ്പെടുത്തി ഈ വണ്ടി ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്ന് ഇന്ത്യയിൽ. പിന്നെ ഇത് വേസ്റ്റ് വണ്ടിയാണെന്നാണ് ഒരുപാട് പേര് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇതുപോലെ ഒരുപാട് കമന്റ്സ് ഉണ്ട് കേട്ടോ. മൊത്തം നെഗറ്റീവാണ്. വളരെ കുറച്ച് പോസിറ്റീവ് കമന്റ്സ് മാത്രമേ ഉള്ളൂ. ഹോണ്ടയുടെ ഈ വണ്ടികൾ ഇന്നലെ ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. ഒന്ന് നേരിട്ട് പോലും ഇവരാരും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. എന്നിട്ടാണ് കമന്റ് സെക്ഷനിൽ വന്നിട്ട് പറയുന്നത് ഈ വണ്ടി വേസ്റ്റ് ആണ്, ഒന്നിനും കൊള്ളൂല എന്ന്. ഈ പെട്രോൾ കുത്തകകൾ അല്ലെങ്കിൽ പെട്രോൾ വണ്ടികളുടെ ഫാൻസ് ആണോ ഈ കമന്റ് സെക്ഷനിൽ വന്നിട്ട് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് പറയുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇവർക്കെല്ലാം പേടി ഉണ്ടാവില്ലേ, ഹോണ്ടയല്ലേ എതിർഭാഗത്ത്. അത് മാത്രമല്ല കേട്ടോ, നിലവിൽ ഇന്ത്യയിൽ ലീഡ് ചെയ്യുന്ന ഇലക്ട്രിക് ഇരുചക്ര വാഹന കമ്പനികൾക്കും ഹോണ്ട ഒരു പേടി സ്വപ്നം തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഫാൻസിന്റെ ഫൈറ്റ് നമ്മൾ കാണാറുണ്ട് അല്ലേ. ഓലയും ഏത്തറും ബജാജ് ചേതക്കും TVS iQBും തമ്മിലുള്ള ആൾക്കാർ കമന്റ് സെക്ഷനിൽ വന്നിട്ട് ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ കാണാറില്ലേ. ചിലപ്പം ആക്റ്റീവനെ ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഉണ്ടാവും. അതായത് എനിക്ക് തോന്നുന്നത് എല്ലാവരും കൂടി ഗ്രൂപ്പായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഹോണ്ടനെ അറ്റാക്ക് ചെയ്തതാണെന്നാണ്. കാരണം ഇന്നലെ ലോഞ്ച് ചെയ്തൊരു വണ്ടീനെ ഇന്നലെ മുതൽ ഇന്നും ഫുൾ ടീം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ എന്തുകൊണ്ടായിരിക്കും എല്ലാവരും ഹോണ്ട ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ചിട്ട് നെഗറ്റീവ് പറയുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനുശേഷം ഞാൻ എൻ്റെ കാഴ്ചപ്പാട് പറയാം കേട്ടോ. അതായത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആക്ടിവ ഇയും QC1ഉമാണ് ഹോണ്ടയുടെ ഇന്നലെ ലോഞ്ച് ചെയ്ത 2 ഇലക്ട്രിക് സ്കൂട്ടറുകൾ. ഈ ആക്ടിവ ഇ എന്ന് പറയുന്ന മോഡലിന് സ്വാപ്പബിൾ ബാറ്ററി ടെക്നോളജിയാണ്. അതായത് ബൂട്ട് സ്പേസിൽ ഫിക്സ് ചെയ്ത 2 ബാറ്ററി പാക്കുകളാണ് ഇതിനുള്ളത്. ഇത് നമുക്ക് ഊരിയെടുത്ത് ഹോണ്ടയുടെ തന്നെ ബാറ്ററി സ്വാപ്പിംഗ് സ്റ്റേഷനിൽ ചെന്ന് മാറ്റാം. 1 മിനിറ്റ് മതി നമുക്കിത് ചെയ്യാൻ. പക്ഷേ ഈ ബാറ്ററി സ്വാപ്പ് ചെയ്യാനുള്ള സ്റ്റേഷൻസ് ഇന്ത്യയിൽ നിലവിലുള്ളത് ബാംഗ്ലൂരും ഡൽഹിയിലും മുംബൈയിലും മാത്രമാണ്. മാത്രമല്ല, ഈ സ്വാപ്പിംഗ് ബാറ്ററികൾ നമുക്ക് വീട്ടിൽ നിന്നോ അതുപോലെ തന്നെ മറ്റ് സ്ഥലത്ത് നിന്നോ ചാർജ് ചെയ്യാൻ പറ്റില്ല. അതൊരു പോരായ്മ തന്നെയാണ്. പക്ഷെ ഭാവിയിൽ മറ്റു സിറ്റികളിലേക്കും ഹോണ്ട സ്വാപ്പിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. കുറച്ച് വർഷങ്ങൾ എന്തായാലും എടുക്കും. പിന്നെ ഈ 2 സ്വാപ്പിംഗ് ബാറ്ററികളും ആക്റ്റീവയുടെ ബൂട്ട് സ്പേസിലാണ് ഇറക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസിൽ നമുക്ക് മറ്റ് സാധനങ്ങളൊന്നും വെക്കാനും പറ്റൂല. അതും ഒരു പോരായ്മ തന്നെയാണ്. ഒരു സ്കൂട്ടറിൽ പ്രത്യേകിച്ച് ഒരു ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചെങ്കിലും ബൂട്ട് സ്പേസ് നമ്മൾ ആഗ്രഹിക്കും അല്ലേ. 1.5 kWh 2 സ്വാപ്പബിൾ ബാറ്ററി, അതായത് മൊത്തം 3 kWh ബാറ്ററിയിൽ നിന്നും 104 കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഈ ആക്ടിവ ഇയിൽ കേട്ടോ. അതേപോലെ ഈ വണ്ടിയുടെ 6 kW പീക്ക് പവർ നൽകാൻ സാധിക്കുന്ന 22 Nm ടോർക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന PMSM സൈഡ് മൗണ്ടഡ് ബെൽ ഡ്രൈവ് മോട്ടോർ ഉപയോഗിച്ച് 80 km/h ടോപ്പ് സ്പീഡിലും നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ കാര്യമായിട്ടുള്ള ടെക്നിക്കൽ സ്പെക്സ് കേട്ടോ. ഈ ഹോണ്ട ആക്ടിവ ഈ കേരളത്തിലേക്ക് ഭാവിയിൽ വരുന്ന വണ്ടി ആയതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചിട്ട് വണ്ടി ഇറങ്ങുന്ന സമയത്ത് കൂടുതൽ ഡീറ്റെയിൽസ് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ഹോണ്ടയുടെ കേരളത്തിൽ ഇറങ്ങാൻ പോകുന്ന സ്കൂട്ടർ QC1 ആണ്. നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയിലും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ് വന്നിരിക്കുന്നതും QC1-നാണ്. അതേപോലെ തന്നെ ഹോണ്ട ആക്ടിവയ്ക്കും ഒട്ടും കുറവല്ല കേട്ടോ.
ഹോണ്ട QC1ന്റെ മോട്ടറിന്റെ പവറും ബാറ്ററി കപ്പാസിറ്റിയും ഒക്കെയാണ് എല്ലാവരുടെയും പ്രശ്നം. 1.8 കിലോവാട്ട് ആണ് പീക്ക് പവർ. ഹബ് മോട്ടോറാണ്. 50 km/h ആണ് ടോപ്പ് സ്പീഡ്. അതേപോലെ 1.5 കിലോവാട്ട് അവറിന്റെ ഫിക്സ്ഡ് ബാറ്ററിയാണ്. 80 km ആണ് റേഞ്ച്. എനിക്ക് തോന്നുന്നത് ഇത്രയും കാരണങ്ങൾ കൊണ്ടായിരിക്കും ഭൂരിഭാഗം പേരും ഈ വണ്ടിയെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവ് പറഞ്ഞിരിക്കുന്നത്. ഇനി എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഹോണ്ടയുടെ QC1 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയല്ല. അതിന്റെ കാരണം അതിന്റെ റേഞ്ച് ഒരുപക്ഷെ എല്ലാവർക്കും സൂട്ടബിൾ ആവണമെന്നില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 60 km ഓടുന്ന ഒരാളാണെങ്കിൽ ഒരു 30 km മുന്നോട്ട് കാണണം. അതായത് 90 km ഏറ്റവും ചുരുങ്ങിയത് കിട്ടണം. പക്ഷേ ഈ വണ്ടിയിൽ അത് കിട്ടുന്നില്ല. അത് മാത്രമല്ല, നമ്മുടേതായ സ്റ്റൈലിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ കമ്പനി പറഞ്ഞ റേഞ്ചും ചിലപ്പോൾ കിട്ടണമെന്നില്ല. പല കമ്പനികളുടെയും വണ്ടീൻ്റെ റേഞ്ചിൻ്റെ കാര്യത്തിൽ ഒരു 30% ഷോർട്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് അല്ലേ. IDC റേഞ്ചിൽ നിന്നും ഒരു 30% ഷോർട്ട്. പക്ഷേ ഹോണ്ടേൻ്റെ വണ്ടികളുടെ കാര്യം എടുക്കുമ്പം അങ്ങനെ ഒരു ഷോർട്ട് നമുക്ക് ഉണ്ടാവില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടോർ പവർ അത്രയേ ഉള്ളൂ, 1.5 കിലോവാട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ 1.8 കിലോവാട്ട് ആണ് മാക്സിമം പവർ കേട്ടോ. 1.2 ആണ് നോമിനൽ പവർ. അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പ് സ്പീഡ് 50 km/h ഉള്ളൂ. അപ്പോൾ പിന്നെ ബാറ്ററിക്ക് അധികം ലോഡ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ റേഞ്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 10% കുറഞ്ഞെങ്കിലേ ഉള്ളൂ. ഒരു 70 എന്തായാലും കിട്ടണം. ഈ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ സത്യം പറയുകയാണെങ്കിൽ ലോങ് റൈഡിനുള്ളതൊന്നുമല്ല അല്ലേ, സിറ്റിയിൽ മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ സിറ്റിയിൽ എത്ര km/h സ്പീഡിൽ സഞ്ചരിക്കുന്നുള്ള കാര്യം. എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു 40-45 ഒക്കെയാണ് അല്ലേ ഒരു നമ്മൾ സിറ്റിയിൽ ഓടിക്കുന്ന സ്പീഡ്. 50 km/h സ്പീഡ് എന്ന് പറയുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ തന്നെ ഇല്ലേ. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരാണ്. തലശ്ശേരി മുഴുപ്പലങ്ങാട് ബീച്ചാണത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് ഡ്രൈവിൻ ബീച്ചാണ്. ഇവിടെ നമുക്ക് കാറും അതുപോലെ തന്നെ ബൈക്കും കൊണ്ടുവന്നിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. രാവിലെ എനിക്ക് തോന്നുന്നത് ഒരു 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെ ഉണ്ട്. ബൈക്കിന് 20 രൂപയാണെന്നാണ് തോന്നുന്നത്, കറക്റ്റായിട്ട് എനിക്കറിയില്ല. പക്ഷേ കാറിന് 40 രൂപയാണ്. എനിക്ക് തോന്നുന്നത് എത്ര ടൈം ആണെങ്കിൽ നമുക്കിവിടെ ഡ്രൈവ് ചെയ്യാൻ പറ്റും കേട്ടോ. സംഭവം അടിപൊളി വൈബാണ് കേട്ടോ. ഒരുപാട് ഏരിയ ഉണ്ട്. നമ്മൾ ഈ കാണുന്നത് ഫുള്ള് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. സൂപ്പറാണ്. ഒരു വീക്കെൻഡൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ട് പോര്, പൊളിക്കുക. ഇനി പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേഞ്ചിൻ്റെ കാര്യമാണ്. 50 കിലോമീറ്ററിന് താഴെ അല്ലെങ്കിൽ 50 കിലോമീറ്ററിൻ്റെ മുകളിൽ അല്ലെങ്കിൽ 100 കിലോമീറ്ററിൻ്റെ മുകളിൽ ഓടുന്ന എത്ര ആൾക്കാരുണ്ടെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടോ? അവിടെയാണ് ഹോണ്ട QC1 വിജയിക്കാൻ പോകുന്നത്. കേരളത്തിൽ ഒരു ദിവസം 50 കിലോമീറ്ററിൽ താഴെ ഓടുന്ന ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റൊന്നും എൻ്റെ കയ്യിലില്ല. പക്ഷേ നിങ്ങളിൽ പലരും എൻ്റെ കസ്റ്റമർ റിവ്യൂ കാണുന്ന ആൾക്കാരായിരിക്കുമല്ലോ. ഞാനൊരു 4 വർഷമായിട്ട് കസ്റ്റമർ റിവ്യൂ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എന്നെ പലരും വിളിക്കാറുണ്ട് ഏത് വണ്ടി എടുക്കണം ബ്രോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് കഴിഞ്ഞ 4 വർഷമായിട്ട്. അതുപോലെ തന്നെ റിവ്യൂ എല്ലാം കൂടി എനിക്ക് തോന്നുന്ന ഒരു 1000 പേര് ഏറ്റവും ചുരുങ്ങിയത് ഞാൻ ഇങ്ങനെ ഈ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവർ എത്ര കിലോമീറ്റർ ഓടുന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ധാരണ ഉണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പം ഞാൻ ഈ പറയുന്ന 50 കിലോമീറ്ററിൽ താഴെ ഓടുന്ന ആൾക്കാർ ഏകദേശം 85% കേട്ടോ. ഈ ബാക്കി വരുന്ന 15%-ലാണ് 50 കിലോമീറ്ററിലും കൂടുതൽ ഓടുന്ന ആൾക്കാരുള്ളത്. അതിൽ ഏകദേശം ഒരു 5% താഴെ 100 കിലോമീറ്ററിലും കൂടുതൽ ഓടുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അതെനിക്ക് തോന്നുന്നത് സ്വിഗ്ഗി സൊമാറ്റോ പോലത്തെ ഡെലിവറി, അതുപോലെ തന്നെ മാർക്കറ്റിംഗ്, കളക്ഷൻ ഏജൻസ്, അങ്ങനെയുള്ള ആൾക്കാർ ഡെയിലി 100 കിലോമീറ്ററിന് മുകളിൽ ഓടാറുണ്ട്. ഈ 50 കിലോമീറ്ററിൽ താഴെ ഓടുന്ന ആൾക്കാർ പെട്രോൾ വണ്ടികളാണെങ്കിൽ ഒരു ദിവസം 1 ലിറ്റർ അടിക്കുന്ന ആൾക്കാരുണ്ട്, ഒരാഴ്ചത്തേക്ക് ഒരുമിച്ച് അടിക്കുന്ന ആൾക്കാരുണ്ട്, 3 ലിറ്ററും 5 ലിറ്ററും ഒക്കെ അടിക്കുന്ന ആൾക്കാരുണ്ട്. ഈ സിറ്റിയിൽ 50 കിലോമീറ്ററിൽ താഴെ ഓടുന്ന ആൾക്കാർക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ 70 കിലോമീറ്റർ കിട്ടുകയാണെങ്കിൽ തന്നെ അത് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല റേഞ്ച് അല്ലേ. എല്ലാ ദിവസവും നിങ്ങൾ വർക്കെല്ലാം കഴിഞ്ഞ് വന്ന് ഈ വണ്ടി ചാർജ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4.5 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവും. അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവുകയും ചെയ്യും. രാവിലെ നിങ്ങൾ എണീക്കുമ്പം സംഭവം റെഡി. പിന്നെ ഈ ഇലക്ട്രിക് വണ്ടികളിൽ ഒരു പ്രശ്നമുണ്ട്, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ രാത്രി പവർ കട്ട് ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക മഴക്കാലത്തെല്ലാം. അതുപോലെ തന്നെ നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ മറന്നു പോകുന്ന പോലെ ഈ വണ്ടി ചാർജ് ചെയ്യാൻ മറന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തെ ഓഫീസ് പോക്കും എല്ലാം പ്രശ്നമാണ്. കാരണം നമുക്ക് കുറച്ച് സമയം കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഒരു പ്രശ്നം ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ വേറെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഇലക്ട്രിക് വണ്ടിയായിട്ട് ഒരു സ്ഥലത്ത് പോയി തിരിച്ച് നമ്മൾ വീട്ടിലെത്തുന്ന സമയത്ത് 10% ബാറ്ററിയെ ബാലൻസ് ഉള്ളൂ എന്ന് വിചാരിക്കുക നിങ്ങൾ. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല. നമ്മൾ ഒന്നെങ്കിൽ പുറത്ത് പോയിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് പോവുക, അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും വണ്ടി എടുത്ത് പോകേണ്ടി വരും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പം ഞാൻ പലരോടും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു ബാക്കപ്പ് ആയിട്ട് ഒരു പെട്രോൾ വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കാൻ പാടുള്ളൂ എന്ന്, നിലവിലെ കണ്ടീഷൻ വെച്ചിട്ട് കേട്ടോ.
ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ റയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും ചിലപ്പം സംഭവിക്കാം, ചിലപ്പം സംഭവിക്കാതിരിക്കാം അല്ലേ. എന്നാലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കാണണമല്ലോ അല്ലേ. ഈ ചാർജ് ചെയ്യാൻ മറന്നു പോകുമെന്ന് പറയുന്ന കാര്യം നമ്മളുടെ പ്രശ്നമാണ്, അത് നമ്മളെ ശ്രദ്ധക്കുറവാണ്. മറ്റേ രണ്ട് കാര്യങ്ങളും അത് നമ്മളെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, എൻ്റെ ഒരു കണക്ക് കൂട്ടൽ പ്രകാരം കേരളത്തിലെ ജനങ്ങൾ 85% ആൾക്കാരും ഒരു ദിവസം 50 കിലോമീറ്ററിൽ താഴെ ഓടുന്നവരാണെങ്കിൽ 70 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടർ അവർക്ക് ധാരാളമല്ലേ. ചിലർക്ക് ഒരൊറ്റ ചാർജിൽ 2 ദിവസം ഓടാൻ പറ്റും, ചിലർക്ക് 3 ദിവസം ഓടാൻ പറ്റും. ഞാനിപ്പം 85% ആൾക്കാരുടെ കാര്യം പറഞ്ഞ് ബാക്കി വരുന്ന 15% ആൾക്കാർ ഇത്രയും കുറഞ്ഞ റേഞ്ചുള്ള വണ്ടികൾ വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരുപാട് റേഞ്ച് കൂടുതൽ തരുന്ന ബ്രാൻഡുകൾ വേറെ ഉണ്ടല്ലോ. പിന്നെ ഈ ഹോണ്ട ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് അല്ല, മറ്റ് പല രാജ്യങ്ങളിലും ഇവർ കുറേ വർഷക്കാലമായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഹോണ്ടയുടെ സർവീസിനെ കുറിച്ചിട്ടും ക്വാളിറ്റിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അങ്ങനെയൊക്കെ ആണെങ്കിലും ഹോണ്ടയുടെ ഇലക്ട്രിക് വണ്ടികൾ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനലിൽ തന്നെ കസ്റ്റമർ റിവ്യൂ ചെയ്യും കേട്ടോ. അപ്പൊ അതെല്ലാം കണ്ടിട്ട് വണ്ടി എടുത്താൽ മതിയെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാത്തിരിക്കാം. ഹോണ്ട ചുമ്മാതൊന്നും ഇറക്കിയതല്ല ഇത് മക്കളെ. ഇന്ത്യൻ മാർക്കറ്റ് ശരിക്കും പഠിച്ചു തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഭൂരിഭാഗം പേരുടെയും ആവശ്യത്തെക്കുറിച്ചാണ് ഹോണ്ട ചിന്തിച്ചത്. മാത്രമല്ല സാധാരണ ജനങ്ങൾക്കും താങ്ങാവുന്ന രീതിയിലായിരിക്കും ഇതിന്റെ വില. അതും അവർ ലോഞ്ച് സമയത്ത് പറഞ്ഞ കാര്യമാണ്. എക്സ്-ഷോറൂം പ്രൈസ് ഒരു 70,000 അല്ലെങ്കിൽ 75,000 രൂപയ്ക്ക് ഈ വണ്ടി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അതിനു മാത്രമുള്ള സാധനങ്ങളെ വണ്ടിയിലുള്ളൂ. ഓൺ ദ റോഡ് പ്രൈസ് ഒരു 90,000 രൂപയിൽ താഴെ വരണം. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 85% ആളുകളിൽ ഒരു 20% ആളുകളെങ്കിലും അടുത്ത 1-2 വർഷത്തിൽ, അതായത് 2025-ലോ 2026-ലോ ഹോണ്ട QC1 എന്ന ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും ഹോണ്ട QC1 കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മൊത്തം ഇലക്ട്രിക് ഇരുചക്ര വാഹന വിൽപ്പനയിൽ നമ്പർ 1 ആയിരിക്കും. മാർക്ക് മൈ വേർഡ്സ്.